യാത്രാപ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കോട്ടയം ജില്ലയിലെ മലരിക്കൽ ആമ്പൽ വസന്തം. ഈ വർഷം നേരത്തെ തന്നെ ആമ്പൽ വിരിഞ്ഞു തുടങ്ങിയിരുന്നു. ഫോട്ടോഷൂട്ടിനും റീൽസ് എടുക്കുന്നതിനും വേണ്ടി അന്യ ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ഇത്തവണയും ആമ്പൽ വസന്തം കാണാനെത്തുന്നത്. സഞ്ചാരികൾക്കായി പാടങ്ങളിൽ 100-ലേറെ വള്ളങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 2 മുതൽ 7 പേർക്ക് വരെ ഇതിൽ യാത്ര ചെയ്യാം. ജെ ബ്ലോക്ക് 9000 പാടശേഖരത്തിന്റെ മലരിക്കൽ ഭാഗത്തും 820 ഏക്കറുള്ള തിരുവായിക്കരി പാടത്തുമാണ് പൊതുവെ കൂടുതലായി ആമ്പൽ വിരിയുന്നത്. ഗ്രാമീണ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2018 മുതലാണ് മലരിക്കൽ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പൽ ഫെസ്റ്റ് ആരംഭിച്ചത്. സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ സംസ്ഥാന സർക്കാർ മുൻപ് റോഡ് നവീകരണത്തിന് തുക അനുവദിക്കുകയും ചെയ്തിരുന്നു. കാർഷിക ഗ്രാമമായ മലരിക്കലിൽ 150 വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. 70 ദിവസത്തെ ആമ്പൽ ഫെസ്റ്റ് കൊണ്ട് 2 കോടിയിലേറെ രൂപയുടെ വരുമാനം ലഭിച്ചതായാണ് മലരിക്കൽ ടൂറിസം സൊസൈറ്റിയുടെ കണക്ക്. വള്ളങ്ങൾ, വീടുകളിലെ പാർക്കിംഗ് എന്നിവയ്ക്കു പുറമെ ആമ്പൽപ്പൂക്കൾ വിറ്റും ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയുമാണ് പ്രാദേശിക ജനത വരുമാനം നേടിയത്. പാർക്കിങ്ങിന് വീടുകളിലെ ഗേറ്റ് തുറന്നിട്ട് നൽകി. 30 രൂപയായിരുന്നു ഇതിന് നിരക്ക്. ദിനംപ്രതി 1000 രൂപ വരെ ഒരു കുടുംബത്തിന് വരുമാനം കിട്ടി. കുടുംബശ്രീ അംഗങ്ങളാണ് ആമ്പൽപ്പൂക്കൾ കെട്ടുകളാക്കി വിറ്റത്. 10 പൂക്കളുള്ള കെട്ടിന് 30 രൂപ ഈടാക്കി. ഈ സീസണിൽ ചിലവ് കഴിച്ച് 50,000 രൂപ വരെ മിച്ചം കിട്ടിയിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യം വീടുകളിൽ ഒരുക്കി നൽകുകയും ചെയ്തു. കൂടാതെ ചെറിയ കടകൾ, റെസ്റ്റോറന്റ്, ഹോം സ്റ്റേ എന്നിവയിലൂടെയും പ്രദേശവാസികൾക്ക് വരുമാനം കിട്ടാറുണ്ട്.